കൃഷിനിരത്ത് ചെയ്യാൻ വന്ന 3 വീടുകളിലെ കർഷകൻ ആത്മഹത്യയെടുത്ത് ഞാൻ പോയവനാണ്. ആ കുടുംബം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പൈസ സർക്കാരിൽ നിന്ന് കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യില്ല, എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞ് വിലവെച്ച ആ പെൺകുട്ടിയുടെ മുഖം ഞാൻ ഇന്നും എന്റെ മനസ്സിനകത്ത് നോക്കിക്കാണുക. കർഷകന്മാർക്ക് ഉൽപ്പന്നത്തിന് കാശ് കൊടുക്കാതെ ഈ സർക്കാർ എന്ത് ചെയ്യുന്നു? റബ്ബർ കർഷകന്മാർക്ക് റബ്ബറിന് വിലയില്ല. കർഷകന്മാരെല്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും കർഷകന്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു. ഒരു നടപടിയുമില്ല, ഒരു കൃഷിമന്ത്രിയുമില്ല, ഒരു ഇടതുപക്ഷവുമില്ല, ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. ഇതൊരു മൃഗീയമായ ഒരു ഭരണമായിട്ട് നടക്കുന്ന ഒരു ഭരണകൂടം കൊച്ചു കേരളം ഭരിക്കുന്നു എന്ന് മാത്രം. തിരിച്ചു വരവന്റെ പോരാട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ കൈപിടിച്ചു വലിക്കുന്നു. എല്ലാ ആളുകളും അണിയണിയായി പാർട്ടിക്കകത്തേക്ക് പ്രവർത്തന രംഗത്തേക്ക് കടന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കാൻ, രാഷ്ട്രീയത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ കോൺഗ്രസിന്റെ സാന്നിധ്യവും കരുത്തും കൂട്ടായി ഉറപ്പിക്കാനുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒന്നിക്കാൻ നിങ്ങൾ എന്നോടൊപ്പം അണിചേരണം. കേരളത്തിലെ കോൺഗ്രസ് കരുത്തുള്ള പ്രസ്ഥാനമായി കേരളത്തിൽ മാറ്റിയെടുക്കാനുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങൾ ഐക്യത്തോടുകൂടി പിന്തുണ നൽകണം.